Good morning, students. Arithmetic sequence എന്ന 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Arithmetic sequences. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? യെസ്, ഇറ്റ്സ് അബൌട്ട് സീക്വൻസ് അല്ലേ? സീക്വൻസിനെ കുറിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് സീക്വൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാത്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് എന്താ? നമ്പേഴ്സ് അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ച നമ്പേഴ്സ് ഏതാണ്? 1, 2, 3 എഴുതാം. 1, then 2, 3. അടുത്ത നമ്പർ ഏതാണ്? 4, 5, 6. അടുത്ത നമ്പർ ഏതാണ്? നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലേ? അടുത്ത നമ്പർ 7 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് നമ്പർ നമുക്ക് അറിയാം. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ നമ്പേഴ്സിന് ഒരു പേരുണ്ടല്ലോ. യെസ്, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് അടുത്ത നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇതിനൊരു റൂൾ ഉണ്ട് അല്ലേ? 1 1 ആഡ് ചെയ്തു 2 കിട്ടി. 2 വീണ്ടും 1 ആഡ് ചെയ്തു 3 കിട്ടി. വീണ്ടും 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്താണ് നെക്സ്റ്റ് നമ്പർ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒരു സീക്വൻസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ ക്യാൻ സീ ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പേഴ്സ്? യെസ്, ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ഫ്രം 2. ഓക്കെ, 2, then 4, then 6, then 8. What is the next number? 10 അല്ലേ? ഇതെങ്ങനെയാണ്? നെക്സ്റ്റ് നമ്പർ 12. നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലേ അടുത്ത നമ്പർ ഏതായിരിക്കും? നമുക്കറിയാം 14 ആയിരിക്കും. ഈ നമ്പർ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? 2 2 ആഡ് ചെയ്തു 4 കിട്ടി. 4 വീണ്ടും 2 ആഡ് ചെയ്തു 6. വീണ്ടും 2 ആഡ് ചെയ്തു 8. അപ്പം ഇതിനൊരു 2 ആഡ് ചെയ്താണ് ഈ നമ്പർ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് അടുത്ത നമ്പർ ഏതാണെന്ന് പറയാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണിത്. ഇനി ഈ ഈവൻ നമ്പേഴ്സ് ഒഴികെയുള്ള ബാക്കി നമ്പേഴ്സ് ഉണ്ടല്ലോ, 1, then 3. ആ നമ്പേഴ്സിന് ഒരു പേരുണ്ടല്ലോ. എന്താ അത്? ഓഡ് നമ്പേഴ്സ് അല്ലേ? ഇതാണ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ട് ഫ്രം 1, then 3. What is the next number? 5, then 7. Next 9, then 11, etc. What is the next number? അടുത്ത നമ്പർ ഏതാണ്? 13. അടുത്ത നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതും 1 2 ആഡ് ചെയ്തു. വീണ്ടും 2 ആഡ് ചെയ്തു. അങ്ങനെ 2 ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ഇതാണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 5, 10, 15. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? പറയാൻ പറ്റുന്നില്ലേ? 20 ആണ് അല്ലേ? 20 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 25. യെസ്, എക്സെട്ര. ഇതും കണ്ടിന്യൂ ചെയ്തു പോകും. ഇതെന്താണ്? ഇത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? എന്താണിത്? യെസ്, ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അടുത്ത നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് 30 ആയിരിക്കും. അപ്പോൾ ഇതും ഒരു സീക്വൻസ് ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസിന്റെ സീക്വൻസ് ആണ് ഇത്. വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 0, 10, 20, 40, 30, then 40, etc. ഈ നമ്പേഴ്സ് നോക്കൂ. ഇതെങ്ങനെ ഫോം ചെയ്തത്? അടുത്ത നമ്പർ ഏതായിരിക്കും? 50 അല്ലേ? അതായത് ഇത് 0യിൽ എൻഡ് ചെയ്ത നമ്പേഴ്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ 10 ആഡ് ചെയ്താണ് ഈ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് പറയാം. അപ്പോൾ ഇതും എന്താണ്? സീക്വൻസ് ആണ്. ഇതും ഒരു സീക്വൻസ് ആണ്. 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ആണിത്. ഇനി ലാസ്റ്റ് ഒരു സീക്വൻസും കൂടി എഴുതാം. 1, 4, 9, 16. What is the next number? നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? പറയാൻ പറ്റുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയേ. ഇതെങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്തത്? 1, പിന്നെ 4, then 9. എങ്ങനെ കിട്ടിയത്? 1 square, 2 square, 2 square is 4, 3 square, 3 square is 9, 4 square is 16. What is the next number? 5 square, then 6 square. അല്ലേ? ഇതെന്താണ്? സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പൊ നമ്മൾ സീക്വൻസിന് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു അല്ലേ? ഇനി സീക്വൻസിന് ഒരു ഡെഫിനിഷൻ ഫോം ചെയ്യാൻ പറ്റുമോ? വീഡിയോ പോസ് ചെയ്ത് എല്ലാവരും ഒരു ഡെഫിനിഷൻ എഴുതിയേ സീക്വൻസിന്.
ഓക്കെ, സീക്വൻസിന് ഡെഫിനിഷൻ ഞാൻ പറയാം. എന്താണ് സീക്വൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റുക? A group of numbers that can be written as first, second, third and so on using a particular condition is known as sequence, number sequence. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന ക്രമത്തിൽ ഒരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ചിട്ട് എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് സീക്വൻസ്? എങ്ങനെയാണ് നമ്മൾ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നാൽ സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക? അതായത് ഒരു കോമൺ ആയിട്ടൊരു റൂള് ഫോളോ ചെയ്ത് എഴുതുന്ന നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് സീക്വൻസ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ബോർഡിൽ കുറച്ച് നമ്പേഴ്സിന്റെ കളക്ഷൻസ് എഴുതിയിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സീക്വൻസ് എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിയാൽ 3, 6, 12, 24 എക്സെട്ര. ഇത് സീക്വൻസ് ആണോ? ആണ് അല്ലേ? എന്തുകൊണ്ട് സീക്വൻസ് ആയി? കാരണം ഇതിനൊരു റൂൾ ഉണ്ട്. എന്താണ് ആ റൂള്? 3 into 2 6, 6 into 2 12, 12 into 2 24. അതായത് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതല്ലേ? നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 24 into 2 48. നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ സീക്വൻസ് ആണ്. ഇനി സെക്കൻഡ് വൺ നോക്കൂ. ഫസ്റ്റ് 1, then 11, then 21, 31. What is the next number? Yes, of course, it's a 41. അല്ലേ? അപ്പോൾ ഇതിനും ഒരു പ്രത്യേക റൂൾ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് നമ്പർ പറയാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റൂൾ എന്താണ്? ഇത് 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്, കൗണ്ടിങ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 അല്ലേ? അപ്പോൾ ഇതും ഒരു സീക്വൻസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് നമ്പർ നോക്കൂ. ഫസ്റ്റ് നമ്പർ ഇത് 6, then 12, then 9, then 1, 25. What is the next number? പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതിനൊരു പ്രത്യേക റൂൾ ഉണ്ടോ? നമ്മൾ തോന്നിയ പോലെ എഴുതിയ കുറച്ച് നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. ഇതിന്റെ അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു സീക്വൻസ് അല്ല, ഇതിനൊരു പ്രത്യേക റൂൾ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ഇത് ഇറ്റ്സ് നോട്ട് എ സീക്വൻസ്. ലാസ്റ്റ് വൺ നോക്കൂ. 1, then 4, then 7, then 10, 13 എക്സെട്ര. ഇത് സീക്വൻസ് ആണോ? ഇത് സീക്വൻസ് ആണ് അല്ലേ? എന്തുകൊണ്ട് സീക്വൻസ് ആയി? ഇതിനൊരു പ്രത്യേക റൂൾ ഉണ്ട്. എന്താണ് ആ റൂള്? 1നോട് 3 ആഡ് ചെയ്തു, 4 കിട്ടി. 4നോട് വീണ്ടും 3 ആഡ് ചെയ്തു, വീണ്ടും 3 ആഡ് ചെയ്തു, വീണ്ടും 3 ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് 16 ആണ് അടുത്ത നമ്പർ എന്ന് അല്ലേ? ഇത് 3 ആഡ് ചെയ്ത് എഴുതിയ ഒരു സീക്വൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയും കൂടി പറയാം, വേറൊരു വേലും കൂടി പറയാം. എന്താണിത്? ഇതിന് ഈ നമ്പേഴ്സിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? 1. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് ആണെന്ന് കൂടി പറയാം. അപ്പൊ ഇതും ഒരു സീക്വൻസ് ആണ്. അപ്പൊ സീക്വൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം. സീക്വൻസിൽ നമ്മൾ ഓരോ നമ്പേഴ്സ് കണ്ടില്ലേ? ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. നമ്മുടെ സീക്വൻസിൽ അതിന് ടേംസ് എന്നാണ് പറയാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നതിന് പകരം ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെയാണ് പറയുന്നത്. Okay students, I hope it's clear to all. Make your own notes and find more example for sequences. Thank you.